Hello everyone, welcome to another vlog of edX Live School. This is day 4 and ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ടൂൾ മാസ്റ്ററി ആണ്. ഓൾറെഡി ഈ ടീം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും മുസ്തഫ. പോയോ? ഓക്കെ, ദേ ഓൾ ആർ കുക്കിംഗ് സംതിങ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ചോദിച്ചു നോക്കാം. ഉനൈസ്, ഈ ഒരു സ്മാർട്ട് ടൂൾ മാസ്റ്ററിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ചെയ്യണ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുക, വാച്ചസിനായിട്ടുള്ള വാച്ചസും അതിൻ്റെ ആക്സസറീസും. വാച്ചസ് ആൻഡ് ആക്സസറീസ്. നമ്മൾ ഈ നോർമലായിട്ട് കാണുന്ന വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻ, അങ്ങനെയുള്ളവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പേരുണ്ടാക്കിയതാ ഡെമോ ആണ്. ഇനി ഇതിൽ വർക്കൗട്ട് ചെയ്യാണ്ട് ഇവർക്ക് കേട്ടോ. സെറ്റ് നമുക്കിനി നെക്സ്റ്റ് ടീമിനോട് ചോദിച്ചു നോക്കാം. ബാ ജാസിറ, നിങ്ങൾ എന്ത് വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്റ്റുഡൻറ് പോർട്ടലാണ് ഞങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ, ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മുടെ ടീമിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 ലോഗിൻ ഉണ്ട്. ഒന്ന് പേരൻസിന് അവരുടെ മക്കളുടെ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഡാറ്റ നമുക്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന് ലോഗിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണോ ടൂളാണോ? കോഡ് ഉണ്ടാക്കല പ്രോംപ്റ്റ് ഒക്കെ ഉണ്ടല്ലേ? ജിമ്മിന് പോയെന്നല്ലേ? യെസ്, ഞാൻ പോയി. ഇന്നലെ വന്നിട്ട് എൻ്റെ ഷോൾഡറും ബൈസപ്സും ആയിരുന്നു. യാ വാ, നമുക്ക് ചോദിക്കാം അവിടെ എന്തൊക്കെ ചെയ്യാന്. എടാ എന്തായി? ഞങ്ങളുടെ പകുതി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇന്റർഫേസ് ഇതാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റൂട്ടീൻ ട്രാക്കറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 100 days റൂട്ടീൻ ട്രാക്കർ. ലൈഫിൽ എങ്ങനെ നമ്മളൊരു 100 ദിവസം മര്യാദയ്ക്ക് ടൈം മാനേജ്മെന്റ് ചെയ്ത് കൊണ്ട് നടക്കാമെന്നാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. വാവ് ക്രിയേറ്റീവ്. കം ഹിയർ. ആകെ ഒരു പ്രശ്നം ബാക്ക് ബട്ടൺ ഇല്ല. നല്ല ക്രിയേറ്റീവ് മൈൻഡാണ്. കിട്ടിയോ? സ്കൂൾസിലുണ്ടല്ലോ കുട്ടികളുടെ ഡാറ്റ കോർഡിനേറ്റ് ചെയ്യാൻ, അവരുടെ ഫീസ് കളക്ഷനും കാണാനൊക്കെ ഒന്നുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് നോക്കട്ടെ. എല്ലാവർക്കും നല്ല മൈൻഡ് ഉണ്ട് കേട്ടോ, ക്രിയേറ്റീവ് ആണ്. എടാ ഹിഷാമേ, നിങ്ങളുടെ എന്തായി? ഞങ്ങൾ വെബ്സൈറ്റ് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വെബ്സൈറ്റ്? സർവീസ് ബേസ്ഡ് വെബ്സൈറ്റ് ആണ്. ആണോ? കംപ്ലീറ്റ് ആയോ? ഡെമോ സെറ്റ് ആയി, ലോഗിൻ പേജ് ഇതായില്ല. ആണോ? അപ്പോൾ ഗൈസ്, എല്ലാവരും മൈൻഡും ക്രിയേറ്റീവ് ചെയ്തിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം റിസൾട്ട്. സോ ഗൈസ്, നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ആവാൻ പോവാണ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് ഒന്നുകൂടി ക്വസ്റ്റ്യൻസിൻ്റെ കുറിച്ചിട്ടും പിന്നെ സെൻറ്റൻസ് എങ്ങനെ അറേഞ്ച് ആക്കുക, ജംപിൾ വേർഡ്സ് എങ്ങനെ ആക്കുക, അല്ലെങ്കിൽ സെൻറ്റൻസ് എങ്ങനെ നേരെ എഴുതുക, അതൊക്കെ പഠിക്കാം. ഓക്കെ, happy morning. Why can't we change to good to something other word, right? So happy morning. Happy morning. Happy morning. Why Afzal sad morning? Okay. Bilal, what do you mean by sentences? വരും. ഒബ്ജക്റ്റീവ് എന്താണ്, നൗൺസ് എന്താണ്, പ്രൊനൗൺസ് എന്താണ്, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ബേസ് മുതൽ സ്റ്റാർട്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കത് എല്ലാം അറിയാം. ഗൈസ്, നമ്മളിപ്പോൾ ഇവർക്കൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകണം. ഇൻഡിവിജ്വലി അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ കൊടുക്കുന്നത്. ലെറ്റ് us see. ഗൈസ്, ഇപ്പോഴത്തെ സെഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്കിൽ ആക്ടിവിറ്റിയാണ്, ഡു ആൻഡ് ലേൺ. അപ്പോൾ നമ്മളിതിൽ ഡിബേറ്റ് ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ അറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിബേറ്റിന് വേണ്ടിയിട്ട്. തല്ലാവുമോ അതെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിബേറ്റ് ആണോ നമുക്ക് കണ്ടറിയാം.
ഗൈസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പുറത്തുനിന്ന് ഒരു കരയിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയില്ലേനും. അപ്പോൾ പിന്നെ ഒരു 2-3 കൊല്ലത്തിന് ശേഷം അവിടെ ബ്രിഡ്ജ് വന്നതിന് ശേഷം ചെന്നൈയിലെ ഒരു ഗ്രാമത്തിൽ ഒരു 2 സഹോദരങ്ങളുണ്ടായിരുന്നു. ഒരുത്തൻ്റെ പേര് സഞ്ജയ്, മറ്റൊരുത്തൻ ശ്രാവണൻ. അങ്ങനെ അവരെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അവർ ഫ്രീ ടൈമിൽ ഹായ് ഓൾ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു 16 വയസ്സിൽ 3.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് അനാലിസിസ് ആണ്. ന്യൂസ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ എഡെക്സിൻ്റെ ഒരു ഒരു 1 hour പോകുന്നൊരു സെഷനാണ്. ഒരു 3 ടീം വരുന്നുണ്ട്. അതിൽ ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള എനിക്ക് കറൻ്റ്ലി ഇപ്പോൾ ഇന്നുള്ളൊരു ന്യൂസ് എടുത്തിട്ട് അതിനെ നല്ല രീതിക്ക് അനലൈസ് ചെയ്ത് 3 പാർട്ടാണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ, ഡീറ്റെയിലിംഗ്, ഇമ്പാക്റ്റ്, കൺക്ലൂഷൻ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്യാണ് ഈ ഒരു സെഷനിൽ വേണ്ടത്. ഓൺലൈൻ പേയ്മെൻറ്റ് കമ്പനി മാർട്ട് എന്ന് പറഞ്ഞൊരു വലിയൊരു അമേരിക്കൻ കമ്പനിയാണ്. ഇപ്പോൾ ഈ ഫോൺ പേക്ക് $15 million IPO, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമായിട്ട് ഒരു പബ്ലിക്കിന് അവരുടെ ഷെയർസ് വിൽക്കണതാണ്. സോ ഒരു $15 million വാല്യുവേഷനിലോട്ട് അവർക്ക് എത്തിക്കാനാണ് ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റ് മോർ ഇൻ റൈഡ് ഹെയിലിംഗ് ബിസിനസ് ആൻഡ് ഫുഡ് ഡെലിവറിയാണ്. റൈഡ് ഹെയിലിങ്ങിലും പിന്നെ ഫുഡ് ഡെലിവറിയിലാണ് അവർ ഇപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് മൈൻഡ് ജിം ആണ്. ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ തോട്ട്ഫുൾ തേഴ്സ്ഡേ എന്നുള്ളത് നമ്മുടെ തീം. നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടറിയാം. എല്ലാവർക്കും സെയിം സ്റ്റോറിയാണ്, പക്ഷെ ലിസ്റ്റ് മാറും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് സ്റ്റോറി. പോയി വീണിക്ക. അപ്പോ ഇതിലിപ്പോ ഞാൻ 15 ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ 15 ഐറ്റംസ് പ്രയോറിറ്റി ലിസ്റ്റ് അല്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? റാങ്ക് ചെയ്യണം. ഏതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി പറഞ്ഞു പോകണം. എന്താ റീസൺ എന്നുള്ളത് പറയണം. ഞങ്ങൾ ഫസ്റ്റ് എടുത്തത് ഫസ്റ്റ് എയ്ഡാണ്. എന്തുകൊണ്ട് അപകടം പറ്റിയതല്ലേ, ഇഞ്ചുറി ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എയ്ഡ് എടുത്തു. പിന്നെ ദാഹം ഉണ്ടാവും, അപ്പോൾ അപകടം പറ്റിയില്ല, ടെൻഷൻ ഇങ്ങനെയൊക്കെ പിന്നെ ഉണ്ടായിട്ട് ദാഹിക്കും, അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധനങ്ങളും മേക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം ചെയ്യുക. ഈ ഒരു ഐലൻഡിൽ പെട്ടിട്ടുള്ള കഥ ആർക്കെങ്കിലും മൂവീസ് എന്തെങ്കിലും അറിയോ? ലൈഫ് ഓഫ് പൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മൂവിയിൽ ഒരാൾ സൂസൈഡ് ചെയ്യണത് കണ്ടിട്ടുണ്ടോ? അതായത് ഇവര് ഐലൻഡിൽ പെട്ടിട്ടോ കുടുങ്ങിയിട്ട് ഓൻ അങ്ങനെ ചെയ്യുന്ന ഒരു മൂവി. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മല്ല. ഗൈസ്, സോ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതിനുള്ളൊരു ഫോട്ടോഷൂട്ട് എടുക്കണേ, ഞാൻ കാണിച്ചു തരാം. യോ ബ്രോ, ഇതെന്താണ് അർജുനെ? ഇത് നമ്മുടെ എഡെക്സിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബിസിനസ്സാണ്. കിഡിലിന് സാധനങ്ങളാണ്. നമ്മൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ കത്തും, ഇത് ലൈറ്റ് കത്തും. അബൻ്റെയാണ് ബിസിനസ്. സോ എല്ലാം നല്ല കിഡിലൻ സാധനങ്ങൾ, ഒഫീഷ്യൽ സാധനങ്ങളുണ്ട്. എന്താ പേര്? ടൈനി ടോർക്ക് ഡൈകാസ്റ്റ്. ഇൻസ്റ്റയിൽ ടൈനി ടോർക്ക് ഡൈകാസ്റ്റ് ഇൻസ്റ്റയിൽ നോക്കിയാൽ കിട്ടും.